കരുതലോണവും സദ്യക്കൂട്ടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ സദ്യക്കൂട്ടിൻ്റെ ഒരു വിഭവം പരിചയപ്പെടാൻ നമ്മളോടൊപ്പമുള്ളത് പേര് പറഞ്ഞു. എൻ്റെ പേര് ആശ അലക്സ് കടത്തുകാരൻ. ബെച്ചി ചേച്ചിയുടെ കുഞ്ഞനുജത്തിയാണ്. അപ്പോൾ കുഞ്ഞനുജത്തി ഇന്ന് എന്താണ് ഉണ്ടാക്കാൻ പോണേ? ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം സദ്യയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളൊന്നായ കാളനാണ്. കാളൻ. അപ്പോൾ അതിന് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് വേണ്ടത്? 2 ഏത്തയ്ക്കായും 100 ഗ്രാം ചേനയും ചെറുതായി അരിഞ്ഞത്, 1 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 1 കപ്പ് തൈര്, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് കാളൻ, സദ്യയുടെ പ്രധാന വിഭവങ്ങളിലൊന്നായ കാളൻ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അടുപ്പ് കത്തിച്ചോട്ടെ? ഓക്കെ. സദ്യക്കൂട്ടല്ലേ, അപ്പൊ ചോദിച്ചിട്ടൊക്കെ ചെയ്യണം അല്ലേ? തീർച്ചയായിട്ടും. അല്ല അതങ്ങനല്ലേ, ഇങ്ങനെ വെച്ചോട്ടെ? തീർച്ചയായിട്ടും. പണ്ടത്തേക്ക്. അപ്പൊ വളരെ മനോഹരമായ എൻ്റെ ഏറ്റവും വലിയൊരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയാണ് ഈ ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അതൊരു ഭംഗിയും അല്ലെങ്കിൽ അത് ഒരു പഴമയുടെ പ്രതീകമാണ്. ടേസ്റ്റും കുറച്ച് കൂടുതലായി ചെയ്യും. കേരളത്തിലുള്ള ഒരു ചട്ടിയിൽ സത്യം പറഞ്ഞാൽ ഇപ്പൊ എന്ത് കറി വെച്ചാൽ നമുക്ക് ചട്ടിയിൽ വെക്കാനായിട്ട് അല്ലേ? നമ്മുടെ ബാല്യകാലത്തിലൊക്കെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്നത് മൺചട്ടി, മൺകലം. അത് കണ്ടല്ലേ നമ്മൾ അടുപ്പില് തീ കൂട്ടി. ഇന്നലെ ഗ്യാസും സൗകര്യങ്ങളും ഒക്കെ കൂടിയത്. അടുപ്പില് തീ കൂട്ടി വിറകടുപ്പില് ചോറ്. അല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നു അതിപ്പോ കുറച്ച് തിരിച്ചു വരുന്നുണ്ട്. പഴയ തലമുറ പോയിരുന്നില്ലും നമ്മുടെയൊക്കെ ഈ സമയത്ത് കുറേ ആൾക്കാർ ഇപ്പം ചട്ടിയൊക്കെ ആയിട്ട് അത് പരിചയപ്പെടുത്തി ഇപ്പം കുഞ്ഞുങ്ങളും അങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയ തലമുറ ഭയങ്കര ന്യൂജൻ രീതിയിലേക്ക് പോകുന്നെങ്കിലും പക്ഷെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ അതൊക്കെ അവർ ചെയ്യും. തീർച്ചയായിട്ടും അല്ലേ? അപ്പോഴ് നമ്മുടെ ചട്ടി ചൂടാകാൻ വേണ്ടി ഒന്നും കാത്തു നിൽക്കണ്ട. കാരണം ഇത് ഞാൻ കഴുകി വൃത്തിയാക്കിയ ഏത്തയ്ക്കായും ചേനയുമാണ്. ഇത് ദാണ്ട ചട്ടിയിലോട്ട് ഒഴിക്കുകയാണേ. ആവശ്യത്തിന് വെള്ളം, വേകാനുള്ള വെള്ളം അല്ലേ? ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച മഞ്ഞൾപ്പൊടി, നേരത്തെ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ. ഇതിനെ നമ്മൾ ഇനി വേവാൻ അനുവദിക്കുക. വെള്ളം, ഏത്തയ്ക്ക, ചേന. അപ്പോഴിത് കുരുമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്തു. ഇനി എന്താ? ഉപ്പും ചേർത്തു. ഇനി ഇത് നല്ലതുപോലെ വേവണം. വെന്ത് നമുക്ക് ഉടച്ചെടുക്കുന്ന ഒരു പരുവത്തിലാണ്. അപ്പം ഇന്ന് അടച്ചു വെക്കണം. ഇപ്പൊ അടപ്പ് റെഡി. തീ ഒരല്പം സിമ്മിലോട്ട് ഇടിയാണ്. മീഡിയം വേവും അല്ലേ? പിന്നെ ഞാൻ ആശയ്ക്ക് 2 പെൺമക്കളാണ്. പിന്നെ അലക്സ്. എല്ലാവരും നമ്മുടെ കരുതലിൻ്റെ സഹയാത്രികരും എൻ്റെ ഏറ്റവും അടുത്ത കുടുംബത്തിലുള്ളവരുമാണ്. അപ്പോൾ ഞാനിവിടെ വന്നപ്പം കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ കണ്ടു കേട്ടോ. എനിക്ക് ദാണ്ട ഇടാനൊക്കെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ഒരു പരിപാടി പറയാമോ? എന്താണ് പുതിയ ബിസിനസ്? എൻ്റെ ഹസ്ബൻഡ് ബിസിനസ്സാണ്, സൗദി അറേബ്യയിലാണ്. അപ്പം അതൊക്കെ കണ്ടുപഠിച്ചത് കൊണ്ടായിരിക്കും എനിക്കും ബിസിനസ്സിനോട് ഭയങ്കര ടേസ്റ്റ് ആണ്. അപ്പം ഒരു ചെറിയ രീതിയിൽ അപ്പം സ്ത്രീകൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരണമെന്നാണ് മനസ്സിലാഗ്രഹം. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ഓർണമെന്റ്സിന്റെ ഒരു സെഗ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് സാരിനി ബൈ ആശ. അപ്പോൾ സാരിനി ബൈ ആശയിൽ നിങ്ങൾക്ക് ഓർണമെന്റ്സ് എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറയുന്നതായിരിക്കും. നല്ല കുറേ ഓർണമെന്റ്സാണ്. അല്ല, ഞാൻ പറയാം, ഇന്ന് സ്ത്രീകൾ അവരുടെ ചിലകിനെങ്കിലും കുഞ്ഞു വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. തീർച്ചയായിട്ടും. ഈ പാചകം തന്നെ അതിനൊരു തെളിവാണ്. നമുക്ക് ഉണ്ടാക്കി ഒരു 10 പേർക്ക് ഒരു പൊതിച്ചോറുണ്ടാക്കി കൊടുത്താലും അവർക്കുള്ള ആ ഒരു പോക്കറ്റ് മണി കിട്ടും. നമ്മൾ ആരെയും സ്ത്രീകളെന്നല്ല, എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പം അങ്ങനെ ചെയ്യുന്നവരാ. വീട്ടിലിരുന്ന് നമുക്ക് ഒരു ഷോപ്പോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഇപ്പം ഓൺലൈൻ, എല്ലാം ഓൺലൈനായി, എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലായി. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇല്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നിടത്ത് വലിയ തെറ്റാണ്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എല്ലാം പറ്റും. ഒരു വിധത്തിൽ നമ്മൾക്ക് എല്ലാ ഫെസിലിറ്റി ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. എല്ലാവർക്കും എല്ലാം പറ്റും. പക്ഷെ അതിനൊരു മനസ്സും
അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു ടൈമും ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ എനിക്ക് ഒരുവിധം കുറേ ആൾക്കാർ പറയും എനിക്ക് സമയമില്ല, ഞങ്ങളും ജോലിയുള്ളവരാണ്, എന്നിട്ട് ഞങ്ങൾ സമയം കണ്ടെത്തുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ട് സമയമില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു മടിയന്മാരുടെ അടയാളമാണ്. സമയമില്ലല്ലോ, ഇനി വേണ്ട സമയം. പക്ഷെ അടുക്കളയിൽ ആയിട്ട് നമ്മുടെ ഫുഡ് ഉണ്ടാക്കലും നമ്മുടെ വീട് വൃത്തിയാക്കലും ഒക്കെ ചെയ്യുന്നതോടൊപ്പം ചെറിയ ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സ്ത്രീകൾ ചെയ്യണം. അത് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കരുതല്ല എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഏറ്റവും വലിയൊരു മോട്ടിവേറ്റർ ആണിത്. കാരണം എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ഒരു അഡ്വൈസ് ചോദിക്കും, ചേച്ചി ഞാൻ ഇത് ചെയ്തോട്ടെ, ഇത് ചെയ്താലേ, നീ ധൈര്യമായിട്ട് ചെയ്തോന്നും ചേച്ചി പറയും. ചേച്ചിയുടെ ഒക്കെ സപ്പോർട്ടിലാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് മെന്റലിയും ഫിസിക്കലിയും ഒക്കെ ഭയങ്കര സപ്പോർട്ടാണ് ചേച്ചി. ചേച്ചി പലപ്പോഴും സങ്കടം വന്ന ചേച്ചി എനിക്ക് വിഷമം, ധൈര്യമായിട്ടിരി, ഞങ്ങളുണ്ട് കൂടെ, ധൈര്യമായിട്ടിരി. ഇതൊക്കെ ഒന്ന് കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലേ, മറ്റുള്ളവരെ ഒന്ന് കേൾക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അല്ലേ? തീർച്ചയായിട്ടും അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഈ ഓണവും നന്നായിട്ട് ഞങ്ങളുടെ ഈ സദ്യക്കൂട്ടിൻ്റെ എല്ലാ കറികളും ഒന്ന് വെച്ച് നോക്കുക, വെറൈറ്റി ആയിട്ട്. എല്ലാ പ്രാവശ്യവും നിങ്ങൾക്കറിയാവുന്ന കറികളല്ലേ, ഈ പ്രാവശ്യം കരുതലോണത്തിന് സദ്യക്കൂട്ടിൽ വയ്ക്കുന്ന കറികൾ. ആശ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും കേട്ടോ, അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ കഴിക്കാറുണ്ട്. നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ തന്നെ കാര്യങ്ങൾ പോവാണ്. അത് ചട്ടി പഴമയുടെ എല്ലാം അല്ലേ? നമ്മുടെ ചേനയും ഇതൊക്കെ ഏകദേശം വെന്ത് ഒരുവിധം വെന്ത നന്നായിട്ട് ഈ പരുവത്തിലായിരിക്കണം ചേച്ചി. നമ്മൾ ഇതെല്ലാം ചേനയൊക്കെ ഇങ്ങനെ ഉടഞ്ഞ് വെന്തുടഞ്ഞല്ലേ, ഉടയണം. കുരുമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായിട്ട് അങ്ങ് ചെറുതായിട്ട് കുറച്ച് കാണണം, എന്നാൽ ബാക്കിയൊക്കെ ഒന്ന്. അതിലേക്ക് നമ്മൾ തേങ്ങായും എടുത്ത് വെച്ചിരുന്ന ജീരകം, വെളുത്തുള്ളി, 2 അല്ലി വെളുത്തുള്ളി, അത് നല്ല മഷി പോലെ അരച്ചത് അരപ്പായിട്ട് ചേർക്കും. ഇതിന്റെ കൂട്ടത്തിൽ നല്ലതായിട്ട് ഇളക്കണം അല്ലേ? നല്ലപോലെ മിക്സ് ചെയ്ത് മണമൊക്കെ പോയി, തേങ്ങയുടെ ഒക്കെ ഒരു ചെറിയ പച്ചമണമൊക്കെ പോകും. എനിക്കിത് കണ്ടപ്പോൾ കൊതി വരുന്നു കേട്ടോ. ഇത് നല്ല മണം, കുരുമുളകും മഞ്ഞളും ഒക്കെ ആയപ്പോഴത്തേക്ക് നല്ലൊരു മണം. കാളൻ ഇത് മൺചട്ടിയിൽ വെക്കുന്ന പ്രധാന കാര്യം എന്നറിയാവോ? മറ്റുള്ള കറിയിൽ ഇരിക്കുമ്പോഴത്തേന് വെള്ളം പറ്റാൻ ഇച്ചിരി പാടാം. മൺചട്ടിയിലാകുമ്പോൾ നമ്മൾ കുക്കിംഗ് കഴിഞ്ഞാലും സ്ട്രക്ചർ വിടാതെ തൈരും കൂടെ ചേർക്കുമ്പം അത് ഡ്രൈ ആകും. അപ്പൊ നമുക്ക് ആ സദ്യയിൽ ഇരിക്കുമ്പം അതൊരു ഇരിക്കുകയും ചെയ്യും. ഒന്ന് തിള വന്നല്ലേ? ഇതിലേക്ക് നമ്മൾ തൈര് ചേർക്കണം. ആവശ്യത്തിന് തൈര് ചേർത്താൽ മതി. ഒരുപാട് വാരിക്കോരി ചേർത്ത് കറിക്കങ്ങ് പുളിയൊന്നും കൂട്ടണ്ട. ഇത് ശരിക്കും പുളിയില്ലാത്ത തൈരല്ലേ? ആണ്. തൈര് ചേർത്താൽ ഒരുപാട് അങ്ങ് ഇതാക്കാൻ നിൽക്കേണ്ട. പിന്നെ ഒത്തിരി ചെറിയ തീ മതി. കാരണം ചട്ടി നല്ല ചൂടുണ്ടല്ലോ, ആ ചൂടിലങ്ങ് ആയിക്കോളൂ അല്ലേ? നമ്മുടെ കാളന്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു. ഇത്തിരി ചേനയും ഏത്തക്കയും വേകുന്ന ടൈം മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാം പെട്ടെന്ന് തീരും. ഇതൊക്കെ നേരത്തെ നമ്മൾ എടുത്ത് ഒന്ന് ജസ്റ്റ് വെന്ത് വെച്ചാൽ നമുക്ക് 1 മണിക്കൂർ നേരം മതി ഫുള്ളി. സദ്യക്കൂട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാം തിരക്കല്ലേ, അപ്പോഴത്തേക്ക് നേരത്തെ അങ്ങ് റെഡിയാക്കി വെച്ചിരുന്നാൽ മതി അല്ലേ? അപ്പോൾ അതൊക്കെ ആയില്ലേ? അപ്പൊ നമുക്ക് ഇതങ്ങ് ഇറക്കി വെക്കാവേ. കൂടുതൽ തിളയ്ക്കാതെ ഇറക്കി വെക്കാം അല്ലേ? തൈര് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ തിളയൊന്നും വേണ്ട. ഇനി ഇതിനൊരു താളിപ്പ് നമ്മൾ ഉണ്ടാക്കണം. അതിനേക്ക് ഇതാണ്ട പാത്രം വെച്ചു.
തീ ഒന്ന് കൂട്ടി അതിലേക്ക് ഉലുവ, കടുക്, മുളക്, കരിവേപ്പില. സത്യത്തിൽ നമ്മുടെ സദ്യക്കകത്ത് ഉള്ളിയുടെ ആവശ്യമേ ഇല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ ചേച്ചി? സദ്യയിൽ ഒട്ടുമിക്ക കറികളിലും ഉള്ളി ചേർക്കാറില്ല. ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി, സവാള ഉള്ളിയും ചേർക്കാറില്ല. കാരണം നമ്മൾ പ്രധാനമായിട്ട് സാമ്പാർ ഒഴികെ ഏത് കറി എടുത്താലും ഉള്ളിയുടെ പ്രസൻസ് ഇല്ല. പരിപ്പിലാണെങ്കിലും ഈ ഓലൻ, കാളൻ, കൂട്ടുകറി എന്തെടുത്താലും ഒരു മസാലക്കറിക്ക് ഉണ്ടായിരുന്നു. കാരണം മസാലക്കറിക്കകത്ത് കുറച്ചൊന്നുള്ളി നമ്മൾ കാണിച്ചതിനകത്തുണ്ട്, ചെറിയ ഉള്ളി അതങ്ങാണ്ടേ ഉള്ളൂ. എനിക്കൊന്ന് 1-2 കറികളിൽ മാത്രം ഉള്ളിയുടെ ഒരു ഫ്ലേവർ നമ്മുടെ കേരളീയ സദ്യയിൽ ഇല്ല എന്ന് തന്നെ സാരം. സദ്യ വെജിറ്റേറിയൻ ഫുഡിനകത്ത് ഇല്ല ചെറിയ ഉള്ളി. മുമ്പ് ഉള്ളിയുടെ ഷോർട്ടേജ് വന്ന സമയത്ത് ആരോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഉള്ളി ഇല്ലാതെയും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം. ഇല്ലാത്തതാണ്, പക്ഷെ അത് നമ്മുടെ നല്ലതാണ്. നോൺ വെജിനകത്ത് ഉള്ളി ഒഴിവാക്കാനും പറ്റില്ല. അതെ. ഒക്കെ ഇതാണ്ട വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഫസ്റ്റ് ഇതാ കടുക്, വളരെ കുറച്ച് മതി. ഇട്ടിട്ടും തീരുന്നില്ലേ? അത് കഴിഞ്ഞിട്ട് കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവ. കടുവിന് പൊട്ടാൻ മടി. നമുക്കാണെങ്കിൽ ക്ഷമയും ഇല്ല. ഇതിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഓക്കെ. അതിലേക്ക് നമ്മൾ ഉലുവ, അതും പൊട്ടി. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ തോനെ എടുത്ത് വെച്ച് മണത്തിന് വേണ്ടിയിട്ടല്ലേ. വറ്റൽമുളക് ചോദ്യം നിന്നോ. അതെ. കറിവേപ്പില ഇടാൻ പോയാണേ. തീ അങ്ങ് സിമ്മിലോട്ടാക്കിയേ. കറിവേപ്പില ഇട്ടു കഴിഞ്ഞ് ഒന്ന് ഇളക്കി. ആ മഞ്ഞക്കകത്ത് പച്ചയും ചുവപ്പും. സദ്യക്കൂട്ടത്തിന്റെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് മൊത്തത്തിലൊന്ന് ഇളക്കി. ചൂട് പോയിട്ട് മതി കേട്ടാ, എൻ്റെ നാക്കൊക്കെ പൊള്ളുന്നു. ഓക്കെ. തൊടുകറിയല്ലേ, അപ്പൊ തൊട്ടേ കഴിക്കാള്. ഒന്ന് ആറട്ടെ. സൂപ്പറാ, ഒന്നും പറയാനില്ല. ഇപ്പോഴേ കരുതലോണം സദ്യക്കൂട്ടിൽ നമുക്ക് ഇന്ന് കാളൻ പരിചയപ്പെടുത്തിയ ആശയ്ക്കും കുടുംബത്തിനും കരുതലിന്റെ ഓണാശംസകൾ. തിരിച്ചും ഞങ്ങളുടെ ഓണാശംസ, അഡ്വാൻസ് ഓണാശംസകൾ. ഓക്കെ ഓക്കെ. ഓണം തുടങ്ങി ഇങ്ങ് കാത്തിരിക്കുകയല്ലേ. അപ്പോഴൊത്തിരി നന്ദി ആശ. ഓക്കെ. നാളെ മറ്റൊരു വിഭവമായി കാണും വരെ നന്ദി, നമസ്കാരം. എല്ലാവരും ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കരുതലിനോടൊപ്പം എന്നും ഉണ്ടാവണം.